ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ മാത്സിലെ 9ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരാണ് ആഡിങ് എഗെയിൻ ആൻഡ് എഗെയിൻ, വീണ്ടും വീണ്ടും കൂട്ടുമ്പോൾ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഗുണനമാണ് കേട്ടോ. അപ്പം ഞാൻ ചാനലിൽ ഗുണന പട്ടിക ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഗുണിക്കുക എന്നുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് മക്കൾ മനസ്സിലാവണമെങ്കിൽ പോയി കാണാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ മക്കളെ, ഈ ഒരു ചാപ്റ്ററിലെ ആദ്യത്തെ വർക്ക് എന്താണ്? മാച്ച് ദ ബോക്സസ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. എങ്ങനത്തെ നമ്പേഴ്സാ? ചിലത് ആൻസർ ആണ്, ചിലത് ഗുണനമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഗുണനമാണെങ്കിൽ അതിൻ്റെ ആൻസർ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവും, ആൻസർ ആണെങ്കിലോ ഗുണനം ആ ഒരു ഭാഗത്തുണ്ടാവും. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ഗുണനപ്പട്ടിക ഇട്ടിട്ടുണ്ട് കേട്ടോ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പം അത് നോക്കുക, എങ്ങനെയാണ് ഗുണിക്കേണ്ടതെന്ന് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മക്കൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഗുണനപ്പട്ടിക പഠിച്ച മക്കൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ നോക്കിക്കേ, 3 × 2, 3 × 2. 3 2 എത്രയാ? 6 ആണ് അല്ലേ, 6. അപ്പം നമുക്ക് 6ലേക്ക് വരയ്ക്കാം. ഇനി രണ്ടാമത്തത് ഇവിടെ ആൻസർ ആണ് തന്നിട്ടുള്ളത് 16. അപ്പൊ ഇതിൽ ഏതാണ്? 4 2. അപ്പൊ പിന്നെ 16 ആണോ? അല്ലല്ലേ. 7 2 16 ആണോ? അല്ല. 6 4 16 അല്ലല്ലേ. 8 2 യെസ് 16 ആണ്. 8 × 2 ആണ് 16. പിന്നെ 5 × 2 അതെല്ലാവർക്കും അറിയാലേ. 5 2 എത്രയാണ്? 10 ആണ്, 10 ആണ് അല്ലേ. പിന്നെ 8 ഏതാണ്? അതും സിമ്പിൾ അല്ലേ. 4 × 2 2 4 ആണ് 8. ഇനി 14 തന്നിട്ടുണ്ട്. 14 ആണെങ്കിലും 7 × 2 14. ഇനിയോ? ഇനി 18 ആണ് അല്ലേ. 18 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണോ? 9 × 2 ആണോ? 9 × 2 ആണ് അല്ലേ. ഇനി 6 × 4 അല്ലേലോ. അപ്പൊ എന്ത് ചെയ്യാ? 9 × 2ലേക്ക് വരച്ചു കൊടുക്കാം. ഇനി 3 × 3 എത്രയാണ്? 3 3 എത്രയാണ്? 9 9 ആണ് അല്ലേ. അപ്പൊ നമുക്ക് 9ന് നേരെ വരച്ചു കൊടുക്കാം. ഇനി 24 എന്ന് പറയുന്നത് 6 × 4 6 4 ആണ് 24. അപ്പൊ ഈ ഒരു വർക്ക് ഫസ്റ്റ് മക്കൾ ചെയ്യാട്ടോ. ഗുണനപ്പട്ടിക നല്ലോണം പഠിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ഹൂ ഈസ് ഹൈഡിങ്, ആരാണ് ഒളിച്ചിരിക്കുന്നത്? ഒളിച്ചിരിക്കുന്നത് ആര് കണ്ടെത്താനാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് വർക്ക് തന്നിട്ടുണ്ട്, ആ നമ്പേഴ്സ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ കുറേ നമ്പേഴ്സ് തന്നിട്ടില്ലേ. അപ്പോൾ അതിൽ കിട്ടുന്ന ഉത്തരങ്ങൾ ഈ കളത്തിൽ നിങ്ങൾ നമ്പർ നോക്കിയിട്ട് കളർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ആൻസർ ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ കളർ ചെയ്ത് ആൻസർ കണ്ടെത്തണം കേട്ടോ. ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നത് കണ്ടോ, കുറച്ച് മൾട്ടിപ്ലിക്കേഷൻസ് ആണല്ലേ, ഗുണനങ്ങളാണ്. ഡു ദിസ് മൾട്ടിപ്ലിക്കേഷൻ, ഈ ക്രിയകളൊക്കെ ചെയ്യാം. കളർ ദ പാർട്സ് വിച്ച് ഹാവ് ദ ആൻസേഴ്സ്, അപ്പോൾ ആ ഉത്തരം കിട്ടുന്ന കളങ്ങളിൽ എന്താണ് നിറം കൊടുക്കുക. എന്നിട്ടോ ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ഹൈഡിങ്, അപ്പോൾ ഒളിച്ചിരിക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കുക. അപ്പം ഞാൻ ഇവിടെ ഉത്തരങ്ങൾ നമുക്ക് എഴുതാം. അപ്പം നിങ്ങൾ കളർ ചെയ്തിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തേത് 8 × 4 8 4 എത്രയാണ്? 1 8 8 2 8 16 3 8 24 4 8 32. അപ്പം 32 എന്നുള്ള നമ്പർ ഉള്ള വട്ടത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക? കളർ കൊടുക്കുക. അടുത്തതോ 5 × 1 എത്രയാണ്? 5 1 എത്ര? 5 തന്നെ അല്ലേ, 5 തന്നെ. അടുത്തത് 6 × 3 എത്രയാ? 1 6 6 2 6 12 3 6 18. പിന്നെയോ 1 × 2 1 2 2. അടുത്തത് 6 × 4 എത്രയാ? 1 6 6 2 6 12 3 6 18 ആണ്. 4 6 24. പിന്നെയോ 4 × 2 എത്രയാണ്? 8 അല്ലേ. ഇനി 7 × 10 എത്ര? 7 10 എത്രയാ? 70 70 ആണ്. പിന്നെ 6 × 6 എത്രയാണ്? 6 6 36. ഇനി 9 × 5 എത്രയാണ്? 9 5 45. 10 അല്ലേ 50. 9 5 45. ഇനി 9 × 6 എത്രയാണ്? 1 9 9 2 9 18 3 9 27 4 9 36 5 9 45 6 9 54. ഇത്രയും നമ്പേഴ്സ്, ഈ ആൻസർ കിട്ടിയ നമ്പേഴ്സ് ഉണ്ടല്ലോ,
ആ നമ്പറുള്ള കളങ്ങൾക്ക് നിങ്ങൾ നിറം കൊടുക്കുക. എന്നിട്ട് ആരാണോ ഇതിൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് നിൽക്കുന്നത്, ഒളിച്ചിരിക്കുന്നത് വെച്ചാൽ ആ ഒരു പേര് ഇവിടെ ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ഹൈഡിങ് അല്ലേ, ഒളിച്ചിരിക്കുന്നത് ആരെന്നുള്ള ആ ബോക്സിൽ എഴുതുക കേട്ടോ. കളർ കൊടുത്ത് മക്കൾ കണ്ടെത്തുക. അടുത്ത ചോദ്യം, ക്യാൻ യു ഫൈൻഡ് ഔട്ട്, കണ്ടുപിടിക്കാമോ? ഹൗ മെനി ട്രീസ്, ഹൗ മെനി ബേർഡ്സ്? ഇഫ് one bird sits on each tree, one bird will be left. If two birds sit on each tree, one tree will be left. How many trees, how many birds? എന്താ പറഞ്ഞത്? മരം എത്ര, കിളി എത്ര? ഒരു മരത്തിൽ ഒരു കിളി വീതം ഇരുന്നാൽ ഒരു കിളി ബാക്കി വരും. അപ്പോൾ ഒരു മരത്തിൽ 2 കിളി വീതം ഇരുന്നാൽ ഒരു മരം ബാക്കി വരും. അപ്പം മരം എത്ര, കിളി എത്ര? അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ മരത്തിൻ്റെ മുകളിൽ 2 കിളികൾ ഇരുന്നാൽ ഒരു മരം ബാക്കി എന്ന് പറയുന്നതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇരട്ട സംഖ്യയാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് എത്രയാ? ഒരു മരത്തിൻ്റെ മുകളിൽ ഓരോ കിളി വീതമാണ് ഇരിക്കുന്നത്. ഓരോ കിളി വീതം ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇരട്ട സംഖ്യ ആയിരിക്കുന്നാലല്ലേ ഉള്ളൂ. 2 മരത്തുമ്പോൾ 2 ആൾ വീതം ഇരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്കിതാ മൂന്നാമതൊരു മരം വരയ്ക്കാം. അതിലും ഒരു കിളി ഇരുന്നു. അപ്പോൾ ബാക്കി ഒരു കിളി ബാക്കിയാണ് കേട്ടോ. അതാ ഒരു കിളി അവിടെ ബാക്കി. അപ്പം എന്താണ്? ഓരോ മരത്തിലും ഓരോ കിളി വീതം ഇരിക്കുന്ന സമയത്ത് ഒരു കിളി ബാക്കി. അപ്പം 4 കിളി കേട്ടോ മൊത്തമുള്ള. നമുക്ക് മരം ഒന്നും കൂടെ വരയ്ക്കാം. 3 മരം വരയ്ക്കണമല്ലോ. 3 മരം തന്നെ വരച്ചു. ഇനി ഇതിൽ ഈ 2 കിളിയും കൂടെ ഇതിലിരുന്നു. ഈ 2 കിളിയും കൂടെ അടുത്ത മരത്തിലും ഇരുന്നു. അപ്പൊ എന്തായി? ഒരു മരം ബാക്കിയായില്ലേ. അപ്പോൾ ഓരോ മരത്തിലും ഓരോ കിളി വീതം ഇരിക്കുന്ന സമയത്ത് ഒരു കിളി ബാക്കിയാവും. ഓരോ മരത്തിലും 2 കിളി വീതം ഇരിക്കുന്ന സമയത്ത് ഒരു മരം ബാക്കിയാവും. അപ്പൊ എത്ര കിളിയും എത്ര മരമാണുള്ളത്? 4 കിളിയും 3 മരവും അല്ലേ. അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ അവിടെ ഉണ്ട് അല്ലേ. ഹൗ മെനി ആർ വി? വി ക്യാൻ സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 2 ആൻഡ് വി ക്യാൻ സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 3 ഓൾസോ. വി ആർ ലെസ് ദാൻ 10. ഹൗ മെനി ആർ വി? ഞങ്ങൾ എത്ര അല്ലേ. ഞങ്ങളെ 2 വീതം കൂട്ടങ്ങളാക്കാം, 3 വീതമുള്ള കൂട്ടങ്ങളുമാക്കാം. 10ൽ താഴെയാണ് എണ്ണം അല്ലേ. ഞങ്ങൾ എത്ര പേര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കളെ, മങ്കീസ് എന്താ പറയുന്നത്? 10ന്റെ താഴെയുള്ള നമ്പറാണ്. അവരെ 2 കൂട്ടങ്ങളുമാക്കാം, 3 കൂട്ടങ്ങളുമാക്കാം. അപ്പൊ നമുക്ക് 1-നാക്കാൻ പറ്റൂല, 2-നാക്കാൻ പറ്റൂല, 3-നാക്കാനും പറ്റൂല. 4-നാക്കുമ്പോൾ 2-ന് 2 കൂട്ടങ്ങളാക്കാം, പക്ഷെ 3-ന്റെ കൂട്ടങ്ങളാക്കാൻ പറ്റൂല. 5-നെ പറ്റൂല. പിന്നെ ഏതിനെ പറ്റുക? 6 പറ്റൂലേ. 6 പറ്റും. 6 ആണെങ്കിൽ 2 2 2 അല്ലെ. 2-ന്റെ 3 കൂട്ടങ്ങളാക്കാം. 3-ന്റെ 2 കൂട്ടങ്ങൾ. 3 3 6ആണ്. അതുപോലെ 3 2 6ആണ് അല്ലെ. 6 ആണ്. ഇതുപോലെ ആക്കിക്കൂടെ. അപ്പൊ 2-ന്റെയും 3-ന്റെയും കൂട്ടങ്ങളാക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണ്? അപ്പൊ ഉത്തരം 6 ആണ് അല്ലെ. 10ൽ താഴെയുള്ള 6 എന്ന നമ്പറാണ്. അടുത്ത ചോദ്യം, ഷെയറിങ് സ്വീറ്റ്നസ് അല്ലേ. പായസ വിതരണമാണ്. ഇറ്റ് ഈസ് മീനൂസ് ബർത്ത്ഡേ. മീനുവിൻ്റെ പിറന്നാളാണ്. ഷീ ബ്രോഡ് പായസം ഫോർ ക്ലാസ് 3 ഇൻ 4 ട്രേസ് വിത്ത് 7 കപ്സ് ഇൻ ഈച്ച് ട്രേ. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3-ാം ക്ലാസ്സിലേക്ക് 4 ട്രേയിൽ പായസം കൊണ്ടുവന്നു. 3-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 4 ട്രേയിലാണ് പായസം കൊണ്ടുവന്നത്. ഒരു ട്രേയിൽ 7 കപ്പ് പായസം ഉണ്ട്. എത്ര കുട്ടികൾക്ക് പായസം കൊടുക്കാം? ഹൗ മെനി കിഡ്സ് ക്യാൻ ബി സെർവ്ഡ്? എത്ര കുട്ടികൾക്ക് കൊടുക്കാം? അപ്പോൾ എത്ര ട്രേ ഉണ്ട്? ട്രേസ് എത്ര എണ്ണാണ്? 4 അല്ലേ. എത്ര കപ്സ് ഉണ്ട്? 7. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 4 ട്രേയില് 7 കപ്പ് വീതമാണ് ഉള്ളത്. അപ്പോൾ 7 + 4 പ്രാവശ്യം വേണം അല്ലേ. 7 + 7 + 7 + 7. അതായത് എത്ര 7 ഉണ്ട്? 1 2 3 4 അല്ലേ. 4 7 ഉണ്ട്. അപ്പം 4 ഗുണിക്കണം ഏതാണ്? 7 ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ നിരത്തി എഴുതുന്നതിന് പകരം നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ എന്തെഴുതാം? 7-നെ 4 പ്രാവശ്യം നമ്മൾ കൂട്ടുന്നതിന് പകരം 4 7 അല്ലേ. 4 7 എത്രയാ? ഗുണന പട്ടിക പഠിച്ചില്ലേ? പറയ്. 4 7 1 7 7 2 7 14 3 21 4 7
28, 28. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂട്ടുന്നതിന് പകരം എത്ര നമ്പറാണോ ഉള്ളത് അതിനെ ഈ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി. 4 ട്രേ അല്ലേ ഉള്ളത്. അപ്പം ഓരോന്നിലും എത്രയാണോ ഉള്ളത് നോക്കുക. അത് രണ്ടും കൂടെ ഗുണിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ 28 ആൻസർ എഴുതാം. ഇനി when she brought 2 more trays, 2 cups were left over, how many kids in class 3 were given പായസം? 2 ട്രേയിലും കൂടി പായസം കൊണ്ടുവന്നു. അപ്പം 2 7 കൂടെ കൊണ്ടുവന്നു അല്ലേ. 2 കപ്പ് പായസം ബാക്കിയും വന്നു. 3-ാം ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികൾക്ക് പായസം കൊടുത്തു? അപ്പം നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ 4 ട്രേയിലാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്, 7 എണ്ണം വീതം. ഇനി 2 ട്രേയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 7 എണ്ണം വീതം 2 ട്രേയിലും കൂടെ 7 പ്ലസ് 7 പ്ലസ് 7 പ്ലസ് ഇപ്പം 4 എണ്ണമായി. ഇനി 2 ട്രേയിലും കൂടെ കൊണ്ടുവന്നു. അപ്പം എത്രയായി? അപ്പം നമ്മളിപ്പോൾ പഠിച്ച പോലെ എഴുതുകയാണെങ്കിൽ എത്ര 7 ഉള്ളത്? ഇത് 1 2 3 4 5 6 അല്ലേ. അപ്പം 6നെ 7 കൊണ്ട് ഗുണിക്കാം. 6 7 എത്രയാണ്? 4 7 28, 5 7 35, 6 7 42. അപ്പം എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ആ ക്ലാസ്സിൽ പായസം 2 കപ്പ് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പം 42-ൽ നിന്നും 2 കപ്പ് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പം എത്രയാണ്? 40 അല്ലേ. 40 കുട്ടികൾക്ക്, 40 കുട്ടികൾക്കാണ് 3-ാം ക്ലാസ്സിൽ പായസം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വർക്ക് എഴുതിയെടുക്കുക. ഇനി ഇവിടെ 7ന്റെ ഗുണന പട്ടിക സൈഡിൽ നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് 3 മുതലാണ് കേട്ടോ അവിടെ തന്നിട്ടുള്ളത്. 3 7 21, 4 7 28, 5 7 35, 6 7 42, 7 7 49, 8 7 56, 9 7 63, 10 7 70. അപ്പോൾ അവിടെ വേണ്ടത് മക്കൾ എഴുതി ചേർക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യനും കൂടെ ആൻസർ ചെയ്യാം. ഹൗ മെനി ട്രേസ് ഓഫ് പായസം വെർ ബ്രോട്ട്? എത്ര ട്രേയിലാണ് പായസം കൊണ്ടുവന്നത്? ആദ്യം 4 ട്രേയിലും പിന്നെ 2. അപ്പോൾ എത്രയായി? 7. പിന്നെ ഒരു ട്രേയിൽ എത്ര കപ്പ് പായസം ഉണ്ട്? ഹൗ മെനി കപ്സ് ഓഫ് പായസം വെർ ദർ ഇൻ ഈച്ച് ട്രേ? ഓരോ ട്രേയിലും എത്ര കപ്പ് പായസം ഉണ്ട്? 7 അല്ലേ. 7 ആണ്. പിന്നെ ഹൗ മെനി കപ്സ് ഓഫ് പായസം വെർ ദർ ഇൻ ഓൾ? ആകെ എത്ര കപ്പ് പായസം ഉണ്ട്? 42 ആണ് അല്ലേ. ഇനി 3-ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ക്ലാസ് 3 എത്രയാണ്? 40 ആണ്. 2 എണ്ണം ബാലൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ 40 ആണ്. അടുത്തത് ഇനി 2-ാം ക്ലാസ്സിലേക്ക്, ടു ക്ലാസ് 2. 10 trays were needed to give പായസം to children of class 2. How many children are there in class 2? അതായത് 2-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 10 ട്രേ പായസം വേണ്ടി വന്നു. അപ്പോൾ 2-ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 10 ട്രേ പായസമാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രേയിൽ എത്രയാണ് നമ്മൾ നേരെ കണ്ടില്ലേ? 7 ആണ്, 7 ആണ്. അപ്പോൾ 10 ട്രേ ആണെങ്കിൽ 10 7, അതായത് 10 × 7 എത്രയാണ്? 70 ആണ്. അടുത്തത് സൈഡിലൊരു ബോക്സിൽ നോക്കിക്കേ, സോങ്സ് ഓഫ് വീക്സ് അല്ലേ, ആഴ്ചപ്പാട്ടാണ്. 7 days in a row make 1 week, you know. Can you tell me now how many days make 2? Oh yes, we can tell 14 days in all. അതായത് 7 ദിനങ്ങൾ ചേരുമ്പോൾ ആഴ്ചയൊന്നു പിറക്കുന്നു. ആഴ്ചകൾ 2 ഉണ്ടെന്നാലോ ദിനങ്ങൾ എത്ര പറയാമോ? പറയാം, ഞങ്ങൾ പറയാമേ. ദിനങ്ങളെണ്ണം 14. അപ്പം നമുക്ക് അവിടെ എന്ത് ചേർത്ത് കൊടുക്കാം? ആഴ്ചകൾ 3 ഉണ്ടെന്നാലോ ദിനങ്ങൾ എത്ര പറയാമോ? പറയാം, ഞങ്ങൾ പറയാമേ. ദിനങ്ങളെണ്ണം 21. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കാണെങ്കിൽ ക്യാൻ യു ടെൽ മീ നൗ ഹൗ മെനി ഡേയ്സ് മേക്ക് 3? Oh yes, we can tell 21 days in all.
ഇനി താഴെ എന്താ പറയുന്നത് 7 trays with 4 cups of പായസം ഓൺ ഈച്ച്. ഹൗ മെനി കപ്സ് ആർ ദർ ഇൻ ഓൾ? അപ്പോൾ ഒരു ട്രേയിൽ 4 കപ്പ് പായസമാണ് ഉള്ളത്. അങ്ങനത്തെ 7 കപ്പ് ഉണ്ട്. അപ്പോൾ എത്ര പായസമാണ് വേണ്ടത്? അപ്പോഴും 4 7 അല്ലേ? 4 7 എത്ര? 28. അപ്പോൾ താഴെ ചിത്രം തന്നിട്ട് നോക്കിക്കേ. 7 കപ്പ് നിരത്തി വെച്ചിട്ടുണ്ട്. 4 ട്രേ ആണ്. അങ്ങനെയാണെങ്കിലും 7 4 ആണ് അല്ലേ? 7 4 28 ഇനി 4 കപ്പ് വീതം 7 ട്രേയിലാണെങ്കിലോ അതും എന്താണ്? 7 4 4 7 എന്ന് പറഞ്ഞാലും 7 4 എന്ന് പറഞ്ഞാലും എന്താണ് ഉത്തരം? സെയിം ആണ്. അത് അല്ലെങ്കിൽ 5 3 3 5 2 3 3 2 അങ്ങനെയൊക്കെ തിരിച്ച് പറഞ്ഞാലും സംഭവം സെയിം ആണ് കേട്ടോ. ആൻസർ സെയിം ആണ്. അടുത്തത് എന്താണ്? തണൽ കുടുംബശ്രീ ആണ് അല്ലേ? തണൽ കുടുംബശ്രീ യൂണിറ്റ് മേക്സ് അംബ്രല്ലാസ്. തണൽ കുടുംബശ്രീ യൂണിറ്റ് കുട നിർമ്മിക്കുന്നുണ്ട്. മീനോസ് മദർ ഈസ് എ മെമ്പർ ഓഫ് ദിസ് യൂണിറ്റ്. മീനുവിൻ്റെ അമ്മ ഇതിലുള്ള ഒരു അംഗമാണ്. ഷീ ഗോട്ട് ആൻ ഓർഡർ ഫോർ 11 അംബ്രല്ലാസ്. അവർക്ക് 11 കുടയ്ക്കുള്ള ഓർഡർ കിട്ടി. ഈച്ച് അംബ്രല്ല മസ്റ്റ് ഹാവ് 8 റിബ്സ്. ഒരു കുടയ്ക്ക് 8 കമ്പികളാണ്, കുടക്കമ്പികളാണ് വേണ്ടത്. ഷീ ഹാസ് ഇനഫ് റിബ്സ് ടു മേക്ക് 3 അംബ്രല്ലാസ്. പക്ഷേ എന്താണ്? ഒരു കുടയ്ക്ക് 3 കുട ഉണ്ടാക്കാനുള്ള കുടക്കമ്പികളാണ് വീട്ടിൽ ഉള്ളത്. അപ്പോൾ വീട്ടിലാകെ എത്ര കുടക്കമ്പികളുണ്ട്? ഹൗ മെനി റിബ്സ് ഡസ് ഷീ ഹാവ് അറ്റ് ഹോം? അപ്പോൾ എന്താ മക്കളെ ചോദിച്ച്? 3 കുട ഉണ്ടാക്കാനുള്ള കമ്പികൾ അവരുടെ കയ്യിലുണ്ട്. ഒരു കുടയ്ക്ക് എത്ര കമ്പികളാണ് വേണ്ടത്? 8 എണ്ണമാണ് അല്ലേ? 8 ആണ് വേണ്ടത്. അപ്പോൾ 3 കുടക്കും കൂടെ ആകെ എത്ര കമ്പികൾ അവരുടെ കയ്യിലുണ്ടാവും? ഒരു കുടയ്ക്ക് 8, രണ്ടാമത്തെ കുടക്ക് വീണ്ടും ഒരു 8, മൂന്നാമത്തെ കുടക്കും 8 അല്ലേ? അപ്പോൾ 8 + 8 + 8 എത്രയാണ്? അപ്പോൾ നമ്മൾ പഠിച്ചില്ലേ? അങ്ങനെ വരിവരിക്കാക്കി എഴുതുന്നതിന് പകരം 3 ഗുണിക്കണം 8 അല്ലേ? 3 × 8 എത്രയാണ്? 3 8 24. പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്? മീനു വെൻറ്റ് വിത്ത് ഹെർ മദർ ടു ബൈ റിബ്സ് ഫോർ ദ റിമൈനിങ് 8 അംബ്രല്ലാസ്. ഹൗ മെനി റിബ്സ് ആർ നീഡഡ്? ബാക്കി 8 കുടകളൂടെ വേണമല്ലോ. 3 കുടകൾക്കുള്ള കമ്പികളല്ല അവരുടെ കയ്യിലുള്ളത്. 11 കുടയ്ക്കുള്ള ഓർഡർ ഉണ്ട്. അപ്പോൾ 8 കുടയും കൂടെ വേണം അല്ലേ? അപ്പോൾ ആ കുടകൾക്കുള്ള കമ്പി വാങ്ങാനായിട്ട് അമ്മയോടൊപ്പം മീനുവും പോയി. എത്ര കുടക്കമ്പികൾ അപ്പോൾ വാങ്ങണം? 8 കുടക്കമ്പികൾ. 8 കുടക്കുള്ളതാണ്. ഒരു കുടയ്ക്ക് 8 എണ്ണമാണ്. അപ്പോൾ 8 + 8 + 8 അങ്ങനെ കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 8ന് 8 കൊണ്ട് ഗുണിക്കുക അല്ലേ? 8 കുടയാണ് ഉള്ളത്. 8 കുടയ്ക്ക് ഓരോന്നിനും 8 കുടക്കമ്പികളും. അപ്പം 8 ഗുണിക്കണം 8 എത്രയാണ്? 8 8 64. 8 × 8 അല്ലേ? 64. അങ്ങനെയെങ്കിൽ ഹൗ മെനി റിബ്സ് ആർ നീഡഡ് ഫോർ 11 അംബ്രല്ലാസ്? 11 കുടയ്ക്കും കൂടെ ആകെ എത്ര കുടക്കമ്പികൾ വേണം? അത് നമ്മൾ 24 എണ്ണം എന്ന് കണ്ടുപിടിച്ചില്ലേ? 3 എണ്ണത്തിന് 8 എണ്ണത്തിന് 64 എണ്ണം എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 24ഉം 64ഉം കൂട്ടിയാൽ പോരെ? 24 + 64 എത്രയാണ്? 88 അല്ലേ? 88 ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് എഴുതാം. I calculated. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 3 × 8 24 ആണ്. 8 × 8 64. അപ്പോൾ 24ഉം 64ഉം കൂട്ടുന്ന സമയത്ത് 88 88 ഉത്തരം കിട്ടുക. ഇനി വേറൊരു രീതിയിൽ എങ്ങനെയാണെന്ന് നോക്കല്ലേ? 11 കുടകളാണ് വേണ്ടത്. അപ്പോൾ ഒരു കുടയ്ക്ക് 8 കമ്പിയോ. അപ്പോൾ 11 ഗുണിക്കണം 8 = 88. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂലേ? അടുത്തത് കാൽക്കുലേറ്റ് ദ ആൻസേഴ്സ് ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക് അല്ലേ? ഉത്തരം കണക്കാക്കിയിട്ട് നോട്ട് ബുക്കിലേക്ക് എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ദ പ്രൈസ് ഓഫ് 1 പാക്കറ്റ് ഓഫ് ക്രയോൺസ് ഈസ് 8 rupees. ഹൗ മച്ച് ഈസ് നീഡഡ് ടു ബൈ 6 പാക്കറ്റ്സ്? അപ്പോൾ ഒരു പാക്കറ്റ് ക്രയോണിൻ്റെ വില എന്ന് പറയുന്നത് 8 രൂപയാണ്. ഇത്തരത്തിലുള്ള 6 പാക്കറ്റ് ക്രയോൺ വാങ്ങാൻ എത്ര രൂപ വേണം? 8നെ 6 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 8 × 6 എത്രയാണ്? 8 ഗുണിക്കണം 6. 8 × 6 എത്രയാണ്? 8 6 48 48 ആണ് അല്ലേ? അടുത്ത ചോദ്യം. മീനോസ് സ്കൂൾ നീഡ്സ് 8 പേപ്പർ കട്ടേഴ്സ്. ദ പ്രൈസ് ഓഫ് 1 ഈസ് 7 rupees. ഹൗ മച്ച് മണി ഈസ് നീഡഡ്? മീനുവിൻ്റെ സ്കൂളിലേക്ക് 8 പേപ്പർ കട്ടർ വേണം. ഒന്നിന് 7 രൂപയാണ്. അപ്പോൾ ആകെ എത്ര വിലയാകും? നമ്മൾ എന്ത് ചെയ്യും? 8നെ 7 കൊണ്ട് ഗുണിക്കുക. സിമ്പിളാണ്, പക്ഷേ ഗുണന പട്ടിക പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ 8 × 7 എത്രയാണ്?
8 ഇൻറ്റു 7 ഈക്വൽ ടു 56 അല്ലേ, 56. ഇനി മൂന്നാമത്തെ ചോദ്യം, എ കേക്ക് ക്യാൻ ബി കട്ട് ഇൻ ടു 8 പീസസ്. ഒരു കേക്കിനെ 8 കഷ്ണമായിട്ട് മുറിക്കാം. 5 കേക്ക്സ് വേർ ബോട്ട് ആൻഡ് കട്ട് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. അങ്ങനെ 5 കേക്ക് വാങ്ങിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി. ഹൗ മെനി പീസസ് ആർ ദർ? അപ്പോൾ എത്ര കഷ്ണം കിട്ടും? 8 പീസാക്കാം ഒരു കേക്ക്. 5 കേക്കാണുള്ളത്. അപ്പോൾ 8നെ 5 കൊണ്ട് ഗുണിക്കുക. 8 ഇൻറ്റു 5 എത്രയാണ്? 40. നാലാമത്തെ ചോദ്യം, ഡിഡിൻറ്റ് യു സീ ദ പിക്ചർ ഓഫ് ദ ചെസ് ബോർഡ് ഓൺ ദ പേജ് 127? 127 പേജിലെ ചെസ് ബോർഡ് ചിത്രം കണ്ടല്ലോ. ഹൗ മെനി സ്ക്വയേഴ്സ് ഹാവ് പീസസ് ഓൺ ദം? നിങ്ങൾ ചെസ് ബോർഡിൽ എത്ര കളങ്ങളിലാണ് കരുക്കളുള്ളത്? ഹൗ മെനി സ്ക്വയേഴ്സ് ഡസ് ദ ചെസ് ബോർഡ് ഹാവ്? ചെസ് ബോർഡിലാകെ എത്ര കളങ്ങളുണ്ട്? അപ്പോൾ പാഠം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള പേജിലുള്ളതാണ് കേട്ടോ. ഞാൻ ഇവിടേക്ക് മക്കൾക്ക് കാണിക്കാൻ വേണ്ടി ഇവിടേക്ക് വെച്ചതാണ്. ഒരു വരിയിൽ 8 എണ്ണമാണല്ലേ ഉള്ളത്. അപ്പോൾ എത്ര വരിയുണ്ട്? 4 ഇൻറ്റു 8, 4 വരികളുണ്ട്. അപ്പോൾ 4 8 എത്രയാണ്? 32 ആണല്ലേ. അപ്പോൾ കരുക്കൾ എത്ര എണ്ണം ഉണ്ട്? 32 എണ്ണം ഉണ്ട്. ഇനി ചെസ് ബോർഡിൽ ആകെ എത്ര കളങ്ങളുണ്ടെന്ന് എങ്ങനെ നോക്കാം? കുത്തനെ 8 എണ്ണമാണ്, നേരെയും 8 എണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഓരോന്നും എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. 8 ഗുണിക്കണം 8, 8 ഇൻറ്റു 8 എത്രയാണ്? 64, 64 ആണല്ലേ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ ഷിപ്പ് ടു വിഴിഞ്ഞം പോർട്ട് ക്യാരിയിങ് എ ക്രെയിൻ ഫ്രം ചൈന ടുക്ക് 3 weeks ടു മേക്ക് ദ ട്രിപ്പ്. ഹൗ മെനി ഡേയ്സ് ഡിഡ് ഇറ്റ് ട്രാവൽ? വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചൈനയിൽ നിന്നും ക്രെയിനുമായിട്ട് വന്ന കപ്പൽ യാത്രയ്ക്ക് 3 ആഴ്ച എടുത്തു. എത്ര ദിവസമാണ് കപ്പൽ യാത്ര ചെയ്തത്? അപ്പോൾ 3 ആഴ്ച എന്ന് പറയുമ്പോൾ മക്കൾക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട്? ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ് അല്ലേ. അപ്പോൾ 3 ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3നെ 7 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് എത്ര ദിവസമാണ് ഉള്ളതെന്ന് അറിയാലോ. 3 ഇൻറ്റു 7 അല്ലേ. 3 ഇൻറ്റു 7 എത്രയാണ്? 21, 21 ദിവസമാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചൈനയിൽ നിന്നും ക്രെയിനുമായിട്ട് വന്ന കപ്പൽ യാത്രക്കെടുത്ത ദിവസങ്ങൾ. അടുത്തത് പൂർത്തിയാക്കാനാണ്. ഫിൽ ഇൻ ദ എംപ്റ്റി സെൽസ്. ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കളങ്ങൾ പൂർത്തിയാക്കണം. ഫസ്റ്റ് 2 കളങ്ങൾ നോക്കിക്കേ മക്കൾ. 1 2 3 4, പിന്നെയോ 5 6 7 8 9 10 അല്ലേ. ഇനി 1ൻ്റെ താഴെ ഏത് നമ്പറാണ്? 8 ആണ് അല്ലേ. അപ്പോൾ 1 ഇൻറ്റു 8 8 ആണ്. 2 8 ആകുമ്പോൾ എത്രയാണ് അടുത്ത കളത്തിൽ തന്നത്? 16 അല്ലേ, 16 ആണ്. അപ്പോൾ 8നോട് 8 കൂട്ടിയപ്പോഴാണ് 16 കിട്ടിയത്. അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലേ, 8ൻ്റെ ഗുണനപ്പട്ടികയാണ്. അപ്പോൾ 3 8 എത്രയാണ്? 24, 4 8 32, 5 8 40, 6 8 48, 7 8 56, 8 8 64, 9 8 72, 10 8 80. ഇനി താഴെയാണെങ്കിലോ 1 2 3 അങ്ങനെ 10 വരെ തന്നിട്ടുണ്ട്. 8ൻ്റെ സ്ഥാനത്ത് 7 ആണല്ലേ ഉള്ളത്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കുന്നത്? 7ൻ്റെ ഗുണനപ്പട്ടികയാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 7 14 21 4 7 28 5 7 35 6 42 7 49 8 56 9 63 10 70. അടുത്തത് സെല്ലിങ് സമൂസ. സമൂസ കച്ചവടമാണ് കേട്ടോ. മീനൂസ് ഫാദർ ആൻഡ് ബ്രദർ വെൻറ്റ് ടു ബൈ സമൂസാസ് ഫോർ ദോസ് മേക്കിംഗ് അംബ്രല്ലാസ്. എന്താണ്? കുട ഉണ്ടാക്കുന്നവർക്ക് സമൂസ വാങ്ങാനായിട്ട് മിനുവും അച്ഛനും അനുജനും കടയിലെത്തി. ദ പ്രൈസ് ഓഫ് എ സമൂസ ഈസ് 9 rupees. അപ്പോൾ ഒരു സമൂസയുടെ വില എത്രയാണ്? 9 രൂപയാണ് അല്ലേ. ഫാദർ ബോട്ട് 8. ഫാദർ എത്ര എണ്ണം വാങ്ങി? 8 എണ്ണം വാങ്ങി അല്ലേ. ഹൗ മച്ച് ഷുഡ് ഹീ പേ? അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം കച്ചവടക്കാരന്? 9 രൂപയാണ് സമൂസയ്ക്ക്. 8 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 9നെ 8 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പോൾ 9 ഗുണിക്കണം 8 അല്ലേ. 9 ഇൻറ്റു 8 എത്രയാണ്? 72 റുപ്പീസാണ് കടക്കാരന് മീനുവിൻ്റെ അച്ഛൻ നൽകേണ്ടത്. ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 3 ഇൻറ്റു 9 എത്രയാണ്? 1 9 9, 2 9 18, 3 9 27 27 ആണ്. 5 ഇൻറ്റു 9 എത്രയാണ്? 45. 7 ഇൻറ്റു 9 63. പിന്നെ 9 ഇൻറ്റു 9 81.
അതുപോലെ ഇപ്പുറം ബോക്സിലും കൊടുത്തിട്ടുണ്ട് 2 9s make അല്ലേ, 2 9 ചേർന്നാൽ എത്രയാണ്? 2 × 9 18 അല്ലേ, 18ആണ്. ഇനി 4 9 makes 4 9 ചേർന്നാലോ? ഒരു 9 9 2 9 18 3 9 27 4 9 36. എപ്പോഴും ഈ ഗുണനപ്പട്ടിക ചെല്ലുന്നത് മക്കളെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 4 × 9 = 36. പിന്നെ 6 9 makes 4 9 36ആണ്, 5 9 45, 6 9 54 54. ഇനി നമ്മുടെ തന്നിട്ടുണ്ട് 8 × 9 = എത്ര എന്ന് എഴുതണം. അപ്പം നമ്മളിവിടെ എന്ത് എഴുതണം? 8 9s make. പിന്നെയോ 10 × 9 തന്നിട്ടുണ്ട്, അപ്പോൾ 10 9s make. പിന്നെ 50 × 9, അപ്പോൾ എത്രയാണ്? 50 9s make. 100 × 9 100 9 makes. അപ്പോൾ 59 അല്ലേ, 59 എത്രയാണ്? 5 9 45ആണ്, അപ്പോൾ ആ 0 ഇട്ട് കൊടുക്കുക, 450. 100 × 9 എത്രയാണ്? 10 9 90 അല്ലേ, അപ്പോൾ 100 9 900 അല്ലേ, 900 ആണ്. ഇനി ഇവിടെ മൾട്ടിപ്ലൈ ആൻഡ് പ്ലേ അല്ലേ, ഇവിടെ ഗുണന പട്ടിക തന്നിട്ടുണ്ട്. അപ്പോൾ മക്കളിത് പൂരിപ്പിക്കുക കേട്ടോ. 1 × 1 1, പിന്നെ 1 × 2 1 × 3 1 × 4 1 × 5 അങ്ങനെ 1 × 10 വരെ ഉണ്ട്. ഇന്നത് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗുണന പട്ടിക ഫുള്ളായിട്ട്. അപ്പോൾ മക്കൾ നോക്കുക. 2 × 1 അങ്ങനെ 2ൻ്റെ ഗുണനം 10 വരെ എഴുതിയിട്ടുണ്ട്. 3ൻ്റെത് ഇവിടെ 3 × 9 എഴുതി കൊടുക്കുക. പിന്നെ 4ൻ്റെത് 4 × 7 ഉണ്ട്. പിന്നെ എത്രയാ? 4 × 8 4 × 9. പിന്നെ 5ൻ്റെത് 6 വരെ ഉണ്ട്. അപ്പോൾ 5 × 7 5 × 8 5 × 9. പിന്നെ 6ൻ്റെത് 5 വരെ ഉണ്ട്. അപ്പോൾ 6 × 6 6 × 7 6 × 8 6 × 9. ഇവിടെയോ 7 × 4 അല്ലേ, അപ്പോൾ 7 × 5 7 × 6 7 × 7 7 × 8 7 × 9. ഇവിടെ 8 × 4 8 × 5 8 × 6 8 × 7 8 × 8 8 × 9 9 × 3 9 × 4 9 × 5 9 × 6 9 × 7 9 × 8 9 × 9. ഇനി 10 × 2 10 × 3 10 × 4 10 × 5 10 × 6 10 × 7 10 × 8 10 × 9. അപ്പോൾ ഇതുപോലെ മക്കൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇതിലുള്ള ചോദ്യം, റൈറ്റ് ദ പ്രോഡക്ട്സ് ഇൻ ദ കളേർഡ് സെൽസ് ഹിയർ. നിറം കൊടുത്ത കളങ്ങളിലെ ഉത്തരം കണക്കാക്കി എഴുതൂ. അപ്പോൾ ഞാനിവിടെ ആൻസേഴ്സ് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് എഴുതിയിട്ടുണ്ട്. മക്കൾ ആ ഒരു ബോക്സിൽ എഴുതുക കേട്ടോ. 1 × 1 1 തന്നെ, 2 × 2 4 ആണ്, 3 × 3 9 4 × 4 16 5 × 5 25 6 × 6 36 7 × 7 49 8 × 8 64 9 × 9 81 10 × 10 100. അപ്പോൾ ഇത് മക്കൾ പഠിച്ച് വെക്കുക. ഗുണനപ്പട്ടികയിൽ അധിക സമയത്തും ആവശ്യം വരുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം, റൈറ്റ് ദ പ്രോഡക്ട്സ് ഇൻ ദ 8th row ഹിയർ. ഈസ് ദർ എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദം. 8ാമത്തെ വരിയിലെ ഉത്തരങ്ങൾ എഴുതുക. എന്നിട്ട് അവയുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 8ാമത്തെ വരിയിലെ ഉത്തരങ്ങൾ എന്താണ്? 8 16 24 32 40 48 56 64 72 80 അല്ലേ. ഇനി കുത്തനെ താഴോട്ട് 8ാമത്തെ വരിയിലായാലും 1 × 8 2 × 8 3 × 8 ഒക്കെ ആൻസർ സെയിം ആണ് അല്ലേ. 8 × 1 എന്ന് പറഞ്ഞാലും 1 × 8 എന്ന് പറഞ്ഞാലും ആൻസർ സെയിം ആണ് വരിക. ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ഭാഗമാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ബാക്കി ഭാഗം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.